ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മത്തൻ മുതിരയും വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ചക്കരമത്തൻ എന്ന് പറയും കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മമ്പയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ശരിക്കും നമ്മുടെ മലപ്പുറത്തൊക്കെ ചെയ്യുന്നത് ഇതുപോലെ മുതിര വെച്ചിട്ടാണ് പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിടിലും ടേസ്റ്റാണ്. പണ്ടുള്ളവരുടെ ആരോഗ്യത്തിൻ്റെയൊക്കെ ഒരു രഹസ്യം ഇതുപോലുള്ള വിഭവങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മത്തനായിട്ട്, നല്ല പഴുത്ത മത്തന് വേണം എടുക്കാനായിട്ട്. നമ്മൾ വിത്തിനായിട്ട് വള്ളിയിൽ തന്നെ വെച്ചിട്ട് വള്ളി ഉണങ്ങിപ്പോയിട്ട് നമ്മൾ എടുത്ത് മാറ്റാറില്ലേ, ആ മത്തന് വെച്ചിട്ടാണ് പണ്ടുള്ളവർ ചെയ്തിരുന്നത്. അവർ വിത്ത് എടുക്കുന്ന ടൈമിലാണ് ഇതുപോലെ ഉണ്ടാക്കിയിരുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുതിരയാണ് കേട്ടോ. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂറൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ, മധുരത്തിന് ആവശ്യമായ. അതുപോലെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ശർക്കരയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മുതിരയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുതിർത്തിയെടുത്ത മുതിര അതുപോലെ കുക്കറിലേക്ക് ഇട്ടിട്ട് 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ചില ശർക്കരകളിൽ ഒരുപാട് ചപ്പും കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കരയും മുതിരയും ഒന്ന് റെഡിയാകുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ മത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ചെറുതല്ല, എന്ന് കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ടത് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ രീതിയിലൊന്ന് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളിത് ഉരുളിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മത്തന് വേവാൻ ആവശ്യമായ വെള്ളം അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മത്തനൊന്ന് വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ. മത്തൻ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കിയാൽ വെന്തിട്ടുണ്ടോ അറിയട്ടെ. ഈ മത്തന് പൊടി കുറവായിട്ട്, ചില മത്തനിൽ ഇതുപോലെ പൊടി കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടി കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നോർമൽ അരിപ്പൊടി ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചില മത്തന് ഇതുപോലെ പൊടി കുറവായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അരിപ്പൊടി കലക്കിയിട്ട് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒഴിക്കുന്ന ടൈമിൽ കട്ടയായി പോകും കേട്ടോ. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത മുതിര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര കൂടി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിരവി വെച്ച തേങ്ങ കൂടി ചേർത്ത് നമ്മുടെ ചക്കരമത്തന് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപോലെ എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കരമത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ പായസം അതിൻ്റെ പോലെയല്ല കേട്ടോ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് നെയ്യ് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്തിട്ടില്ല, ഒരു പാത്രത്തിൽ എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.